നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരക്ക് ഞങ്ങളുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞിരുന്നു. കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ക്ഷേത്രമാണിത്. കൂടാതെ ഒരു ദിവസം ധാരാളം ഭക്തജനങ്ങളാണ് നിർമ്മാല്യം തൊഴാനും സന്ധ്യാനേരത്തെ ദീപാരാധന തൊഴാനും ഇവിടെ എത്തുന്നത്. ഗണപതിയുടെ പ്രസാദമായ ഉണ്ണിയപ്പം കഴിക്കാനും ഇവിടെ എത്തുന്നവരുടെ തിരക്കിന് കുറവൊന്നുമില്ല. ഇതെല്ലാം സർവ്വസാധാരണമാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും അധികം ദുരന്തം അനുഭവിക്കുന്നത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ തന്നെയാണ്. ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിൽ ക്ഷേത്രം ഇപ്പോൾ വളരെ പിന്നിലാണ്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസറെ ശബരിമല ഡ്യൂട്ടിക്ക് പറഞ്ഞുവിട്ടതോടെ ഗണപതി ക്ഷേത്രത്തിലെ ഉത്തരവാദിത്വവും കുറഞ്ഞു തുടങ്ങി. ഇദ്ദേഹത്തിന് പകരക്കാരനായി നിയമിച്ചിരിക്കുന്നത് കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവർ ക്ഷേത്രത്തിലെ ഒരാളെയാണ്. എന്നാൽ ഇതുവരെ ഇദ്ദേഹം ഗണപതി ക്ഷേത്രത്തിൽ എത്തി നോക്കുക പോലും ചെയ്തിട്ടില്ല. ക്ഷേത്രത്തെ സംബന്ധിച്ച് ഭക്തർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ പരാതികളും എല്ലാം പരിഹരിക്കുന്നത് ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാണ്. ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്ന തിരക്ക് നിയന്ത്രിക്കാൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാർ ഇല്ല എന്നതാണ് വാസ്തവം. വ്യക്തമായി പറഞ്ഞാൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇപ്പോൾ ക്ഷേത്രത്തിലില്ല. മാസം കോടികൾ വരുമാനം കിട്ടുന്ന ക്ഷേത്രമാണിത്. ഉടനെ തന്നെ ഈ പ്രശ്നത്തിന് ദേവസ്വം ബോർഡ് പരിഹാരം കാണണമെന്നതാണ് ഭക്തരുടെ ആവശ്യം, ഒപ്പം ഞങ്ങളുടെയും.